കുമ്പളപ്പം അഥവാ ചക്കയപ്പം മലയാളികൾക്ക് പ്രിയമാണ്. എന്നാൽ അത് കൂടുതൽ സോഫ്റ്റായും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ പ്രിയങ്കരമാകും. അത്തരത്തിലുള്ളൊരു സോഫ്റ്റ് കുമ്പളപ്പമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനായി വഴണയിലയാണ് എടുക്കുന്നത്. അതിങ്ങനെ കുമ്പിൾ കുത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ചക്ക വഴറ്റിയത് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ തിക്കായിട്ടുള്ള ചക്ക വഴറ്റിയതാണ്. അതുകൊണ്ടിത് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് സോഫ്റ്റ് ആക്കണം. ലൂസായിട്ടുള്ള ചക്ക വഴറ്റിയതാണെങ്കിൽ അത് ഡയറക്റ്റ് പൊടിയിലേക്ക് ഇടാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ ചക്ക ഇവിടെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഈ ചൂടായ ചക്കയിലേക്ക് തന്നെ വറുത്ത അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ടിളക്കുക. കുറച്ച് പൊടി കൂടെ ഇതിനകത്ത് ചേർക്കാം. കൂടുതൽ പൊടി ചേർക്കരുത്. അപ്പോൾ ആ ചക്കയുടെ ഫ്ലേവറൊക്കെ അങ്ങ് നഷ്ടമാകും. അങ്ങനെ പൊടിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, അതുപോലെ ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചത് ചേർക്കുക. ഞാനിവിടെ ചക്കയ്ക്കകത്ത് അത് ചേർത്തിട്ടില്ലായിരുന്നു. നിങ്ങളത് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ലേശം ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മധുരമൊക്കെ ഇതിനകത്തൊന്ന് ചെക്ക് ചെയ്യണം. മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അഴുക്കില്ലാത്ത ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. എന്നിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ചേർക്കണം. അത് ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് നൽകും. മസ്റ്റായിട്ടും ചേർക്കണം. കാരണം ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ നല്ലതായിരിക്കും. അങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇലയിൽ ഫില്ല് ചെയ്യുക. അങ്ങനെ എല്ലാ ഇലയിലും ഫില്ല് ചെയ്യണം. അതുപോലെ ഇത് കുറച്ച് പരത്തി വെക്കുന്നത് നല്ലതാണ്. അപ്പോഴിത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇത് സ്റ്റീമറിൽ വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ടെക്സ്ചറിലുള്ള കുമ്പളപ്പം റെഡിയായി. ഇത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. ഈ ചക്കയ്ക്ക് പകരം തേങ്ങയും ശർക്കരയും അതുപോലെ പഴവും ചേർത്ത് ഇത് ഉണ്ടാക്കാം. എന്നാൽ വഴറ്റിയ ചക്കയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറും കിട്ടും. ഇത്രയും രുചികരമായ ഈ പലഹാരം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.